ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സുഖമില്ലാണ്ടായി. അപ്പോൾ വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് തന്നെ ഇടാതിരുന്നത്. ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ പോയോണ്ടിരുന്നത്. പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ നാളെ തിങ്കളാഴ്ചയാണ് അയക്കുള്ളൂ. അപ്പോൾ അതിനോടൊക്കെ എല്ലാവരോടും ക്ഷമ ചോദിക്കണം. കാരണം സുഖമില്ലാത്ത കാരണമാണ് നമ്മൾ അയക്കാതെ ഇരുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പുതിയ ഐറ്റംസൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ 4-5 തരം നെയിം ബീഡ്സിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള നെയിം ബീഡ് ഇറക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ 4-5 മോഡൽ നെയിം ബീഡ്സിൽ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ അക്ഷരങ്ങളാണ് ചോദിക്കുന്നത്. എസ് തരുമോ എ തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാവരോടും നോക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ല. എന്നാലും ഞാൻ പരമാവധി നോക്കിയിട്ട് ചെയ്യാമെന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. എല്ലാവരോടും ഉറപ്പ് ഞാൻ പറയണില്ല. എന്നെക്കൊണ്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പറയുന്ന അക്ഷരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞാൻ കൊടുത്തയക്കാം. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എൻഡ് ബീഡാണ്. എൻഡ് ബീഡിൽ നമുക്ക് 2 തരം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് വലുത്, അത് ഈ ഒരു മോഡലല്ല, വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു തരത്തിലുള്ള ചെറിയ എൻഡ് ബീഡ്. അപ്പോൾ കൂടുതൽ പേർക്കും ആവശ്യം ചെറിയ എൻഡ് ബീഡാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻഡ് ബീഡ് ഇങ്ങനത്തെ ഇറക്കിയിട്ടുള്ളത്. ഇനി അടുത്ത മോഡലാണ് നെയിം ബീഡ്. നെയിം ബീഡാണ്, പക്ഷേ നെയിം ബീഡ് പോലത്തൊരു ഇതാണ്, പക്ഷേ അതിൽ നെയിം ഇല്ല എന്ന് മാത്രം. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നെയിമാണ് എന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും കൂടി നന്നായി നോക്കിയപ്പോഴാണ് അതൊരു ഹാർട്ട് ഷേപ്പിലുള്ള ബീഡാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ നെയിം അടങ്ങിയിട്ടുള്ള ബീഡും എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഏത് ബീഡാണ് വേണ്ടിച്ചെങ്കിൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പറയുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ നെയിം ബീഡാണ് അടുത്ത് വന്നിട്ടുള്ളത്. അത് ഫ്ലവർ പോലത്തെ ഫ്ലവറിൽ വന്നിട്ടുള്ള നെയിം ബീഡാണ് ഇനി വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം കാണുന്നത്, തന്നെ ആദ്യമായിട്ടാണ് ഇറക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഫ്ലവറിലുള്ള നെയിം ബീഡാണ് ഇത്. ഇതിൽ തന്നെ നെയിം ഇല്ലാത്ത ഫ്ലവറും വന്നിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. നെയിം ഇല്ലാത്തതും ഉണ്ട്, അതുപോലെ നെയിം ഉള്ളതും ഉണ്ട്. ഇതാണ് നെയിം ഇല്ലാത്ത ഫ്ലവറാണ് ഇത്. കണ്ട, അതിൻ്റെ പല കളറുകളുണ്ട്. അതിൽ നെയിം ഉള്ളത്. പിന്നെ ഫ്ലവറിലും ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഏതാന്നുള്ളത് നോക്കാം. അടുത്ത നെയിം ബീഡാണ്, റൗണ്ട് നെയിം ബീഡാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. അല്ല, അടുത്തത് വന്നിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ നെയിം ബീഡാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ അപ്പം തന്നെ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവും. ഇത് അന്നേരം വോയിസ് കൊടുക്കാണ്ട് വീഡിയോ എടുത്തിട്ട് പിന്നീട് വോയിസ് കൊടുക്കുമ്പോഴാണ് അടുത്തെന്താന്നുള്ള ഡൗട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് കിട്ടുക. അപ്പം അടുത്തത് വരുന്നത് ചോക്ലേറ്റിൻ്റെ നെയിം ബീഡാണ്. ഇതും അതേ, ഒരുപാട് പേര് ചോക്ലേറ്റിൻ്റെ നെയിം ബീഡ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതും ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് വീണ്ടും നെയിം ബീഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് റൗണ്ട് നെയിം ബീഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് 3/4 ഭാഗത്തോളം അയക്കുന്നു. നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക.
പിന്നെ നമ്മൾ വിന്നറിനെ രണ്ടാമതും തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ അതിനിടക്ക് വയ്യാതായതുകൊണ്ടാണ് തിരഞ്ഞെടുക്കാനുള്ളൊരു സമയം കിട്ടാതിരുന്നത്. അപ്പോൾ അത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ കമൻറ്റിൽ നിന്ന് നമ്മളൊരാളെ തിരഞ്ഞെടുത്തിട്ട് വിന്നറിനെ നമ്മൾ അറിയിക്കുന്നതാണ്. ഫസ്റ്റ് വിന്നറിന് ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ സാധനം നമ്മൾ നാളെ തന്നെ അയച്ചു കൊടുക്കും. ആൾ ഒരുപാട് ആകാംക്ഷയിൽ കാത്തിരിക്കുമെന്ന് അറിയാം. അതിനിടയ്ക്കിപ്പോൾ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയതുകൊണ്ടാണ് അയക്കാൻ വൈകിയത്. അപ്പോൾ എല്ലാവരും നാളെ നമ്മൾ അയച്ചു കൊടുക്കും. പിന്നെ ഈ മാസത്തെ ഫ്രീ കിറ്റിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. അത് ലാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇടാതിരുന്നത്. എന്തായാലും ഫ്രീ കിറ്റിൻ്റെ വീഡിയോയും ഈ മാസം ലാസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുന്നില്ല. വീഡിയോസിൽ എന്താ പറയണമെന്നുള്ളത് കേൾക്കണില്ല. അതിൽ നിന്ന് നമ്പർ കാണുക, എടുക്കുക, മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുമെങ്കിലാണ് എന്താണ് അതിൽ പറയണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.